ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മിക്കവാറും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പം ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം വീട്ടിൽ കുട്ടികൾ കാണും. അപ്പം നമ്മുടെ എല്ലാം കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്കൊക്കെ പല തരത്തിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഓക്കെ, പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ കുട്ടികൾ പറമ്പുകളിലും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിയും ചാടിയും നടന്നും മരത്തിൽ കയറിയൊക്കെ അവരുടെ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അവരുടെ ഒരു സ്റ്റാമിന, അവരുടെ എനർജിയൊക്കെ നല്ലോണം അവർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മിക്കവാറും കുട്ടികളെല്ലാം തന്നെ ഒന്നെങ്കിൽ അവർ ഇപ്പം രാവിലെ ട്യൂഷന് പോകുന്നു, അതിനുശേഷം അവർ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വന്ന് അവർ ട്യൂഷന് പോകുന്നു, അവർ മറ്റുള്ള പഠനങ്ങളിലോട്ടാണ് അവർ കൂടുതലും. പിന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, പിന്നെ ഫോണിൻ്റെ അമിതമായിട്ടുള്ള അഡിക്ഷനുമുണ്ട് മിക്കവാറും കുട്ടികളിലെല്ലാം തന്നെ. അതുകൊണ്ട് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കാര്യം കുട്ടികളിൽ വളരെ കുറഞ്ഞു വരുവാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നേ അവരെ എക്സസൈസിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. കാരണം അവരുടെ സ്ട്രെങ്ത്, അവരുടെ എനർജി, അവരുടെ എൻഡറൻസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ നല്ല ആരോഗ്യത്തോടുകൂടി നല്ല എനർജിക്കായിട്ട് തന്നെ അവർ വളർന്നു വരുന്നതായിരിക്കും. ഓക്കെ, ഇത് 10 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിന് മേലുള്ളവർക്കും വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾ കാണിച്ചു കൊടുക്കുക, നിങ്ങൾ അവരെ ഒപ്പം ചെയ്യുക. അപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷകരമാവും. അവർ കൂടുതൽ സന്തോഷത്തോടുകൂടി അവർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും, മാതാപിതാക്കളുടെ ഒപ്പം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇതിനൊക്കെയുള്ള വ്യായാമങ്ങൾ അവർക്ക് ശീലമാക്കി കൊടുക്കുക. ഓക്കെ, അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം കുട്ടികൾ ഇതേ കണക്ക് നേരെ നിന്നതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ട ആംസ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അത് ഇതേ കണക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മുതിർന്നവർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, അവർ നിങ്ങളുടെ ഒപ്പം ചെയ്യാനായിട്ട് ശ്രമിക്കും, അവർക്കും നല്ല ഒരു ഇൻട്രസ്റ്റ് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ആംസ് റൊട്ടേഷൻ. നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യുക. 30 സെക്കൻഡിന് ശേഷം ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇത് ഷോൾഡർ മൊബിലിറ്റിക്കും ഒക്കെ നല്ല ഒരു എക്സസൈസാണ്. അപ്പം സെക്കൻഡ് വർക്കൗട്ടിലോട്ട് പോകാം. 15 സെക്കൻഡ് ഓരോ വർക്കൗട്ടിന് ശേഷം റെസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകം അവരോട് പറയുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ. രണ്ടാമത്തെ വർക്കൗട്ട് ഇതാണ് സൈഡ് ബെൻഡ്. ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഒരു കൈ ഹിപ്പിൽ കുത്തിക്കൊണ്ട് മറു സൈഡിലോട്ട് കൈ ഇതേപോലെ നമുക്ക് ഉയർത്താം. ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. അപ്പം ഈ ഒരു വർക്കൗട്ട് 30 സെക്കൻഡ് ചെയ്യുക. 30 സെക്കൻഡിന് ശേഷം 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. Better stand tall, ready for a fight, believe me. When they try the chains, you can say no, free me. So he's been looking for somebody who could save him, instead of searching inside for what they gave him. A strong will, strong mind causes mayhem. ഓക്കെ, മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാക്ക് ടേൺ എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഇത് കണക്ക് ഒരു കൈ ഹിപ്പിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് മറു കൈ നിങ്ങളുടെ ബാക്ക് വശത്തോട്ട് ടേൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, ബാക്ക് ടേൺ എന്ന് പറയുന്ന വർക്കൗട്ടാണ്. 30 സെക്കൻഡ് ചെയ്യിപ്പിക്കുക. 15 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, അടുത്ത വർക്കൗട്ട് ഇതാണ്. നീ ഹഗ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇത് കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ മുകളിലേക്ക് ഉയർത്തി നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. നല്ല ഒരു എക്സസൈസാണ് നിങ്ങളുടെ കാലുകൾക്കും അതുകൊണ്ട് തന്നെ ലോവർ ബാക്കിനും. നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ, നമ്മളിത് കുട്ടികളുടെ വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്. അപ്പം മുതിർന്നവരായിട്ടുള്ള നിങ്ങൾ ചെയ്ത് കാണിക്കുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം ചെയ്യും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവരുടെ സ്ട്രെങ്തും അവരുടെ മൊബിലിറ്റിയും അവരുടെ ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ ഒരു ആരോഗ്യം അവർ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി, ഇത് നമ്മൾ അവർക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുക. അവർ മറ്റുള്ള അഡിക്ഷനുകളൊക്കെ പോവാതെ നമുക്ക് ഒരു പരിധി വരെ തടയാനൊക്കെ ഇത് വളരെയേറെ പ്രയോജനകരമാണ് എക്സസൈസുകളൊക്കെ.
അപ്പം ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് നിങ്ങൾ 15 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത സ്ക്വാട്ട് ചെയ്യാം. ഇതേ കണക്കാണ് സ്ക്വാട്ട് ചെയ്യിപ്പിക്കേണ്ടത്. നമ്മുടെ ആ ഒരു ബോഡിയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ കണക്ക് സ്ക്വാട്ട് ചെയ്യിപ്പിക്കുക. 12 റെപ്സാണ് നിങ്ങൾ സ്ക്വാട്ട് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പം താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യിപ്പിക്കുക. നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യിപ്പിക്കുക. ഇത് നമ്മുടെ കാലുകൾക്ക്, ലോവർ ബോഡിക്ക്, കുട്ടികളുടെ ലോവർ ബോഡി സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന നല്ല ഒരു വർക്കൗട്ടാണ്. അടുത്ത നമ്മൾ ചെയ്യിപ്പിക്കേണ്ട വർക്കൗട്ട് ജമ്പിങ് ജാക്സ് ആണ്. ഓക്കെ, ജമ്പിങ് ജാക്സ് ഇതേപോലെ ചെയ്യിപ്പിക്കാം. ജമ്പിങ് ജാക്സ് വളരെ ഒരു നല്ല വർക്കൗട്ടാണ് കുട്ടികൾക്കായിട്ട്. അവർക്ക് അവരുടെ കാർഡിയോ, അവരുടെ ഹൃദയാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനും മൊത്തത്തിൽ അവരുടെ ബോഡി ഫുള്ളായിട്ടൊന്ന് ടോൺ ചെയ്യിപ്പിക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്കൊരു 30 സെക്കൻഡ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അടുത്തായിട്ട് നമ്മൾ സ്പോട്ട് റണ്ണിങ് എന്ന് പറയുന്ന വർക്കൗട്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, 15 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം സ്പോട്ട് റണ്ണിങ് ഇതേപോലെ നമ്മൾ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് റണ്ണിങ് ചെയ്യുന്ന ഒരു രീതിയിൽ സ്പോട്ട് റണ്ണിങ്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യാം. 30 സെക്കൻഡ് നമുക്ക് ചെയ്യിപ്പിക്കാം. അതിനുശേഷം 15 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, നമുക്ക് അതിനുശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സൈഡ് ജമ്പ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ട്. ഇതേ കണക്ക് നിന്നതിന് ശേഷം പതുക്കെ ഇതേപോലെ സൈഡിലോട്ട് ജമ്പ് ചെയ്യാം. പതുക്കെ ഇതൊക്കെ കുട്ടികൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യായാമങ്ങളാണ്. നിങ്ങളൊന്ന് ചെയ്യിപ്പിച്ച് നോക്കൂ, ജസ്റ്റ് ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കൂ. അവർക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടും. കാരണം അവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യം കാണുമായിരിക്കും. ഈ ഫോണിൻ്റെ പുറകിലൊക്കെ അവരെ ഇരുത്തി അവരുടെ സമയം പാഴാക്കി അവരുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്നതിന് വരെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് സൈഡ് ജമ്പിങ്. ഓക്കെ, ഇനി നമുക്ക് 2 വർക്കൗട്ട് കൂടിയാണ് അവശേഷിക്കുന്നത്. അത് കിടന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് അവരുടെ കോർ മസിലിനെ ടൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള വർക്കൗട്ടാണ്. കോർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള വർക്കൗട്ട്. ഓക്കെ, അത് ടോ ടച്ച് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണിത്. ഈ ഒരു വർക്കൗട്ട് നമുക്കൊരു 30 സെക്കൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 12 റെപ്സ് 15 റെപ്സ് ചെയ്യിപ്പിക്കാം. ഇതേപോലെ ചെയ്യാം. കിടന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ടോ ഭാഗം, നമ്മുടെ ആ ഒരു കാലിൻ്റെ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുട്ടികളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കാണും. അവർക്ക് അതുകൊണ്ട് ഈ വ്യായാമങ്ങളൊക്കെ അനായാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് നമുക്ക് ഇതിന് ഇരുന്നതിന് ശേഷം ഇതേപോലെ കൈ ബാക്കിലോട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഇതും നമ്മുടെ കോർ സ്ട്രെങ്തനിങ് സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട വർക്കൗട്ട്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ 2 പ്രാവശ്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ തന്നെ ആവർത്തിക്കുക. അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് 3 പ്രാവശ്യം വരെയൊക്കെ ഇതേ കണക്ക് തന്നെ ആവർത്തിപ്പിച്ച് ചെയ്യിപ്പിക്കാവുന്നതാണ്. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ സ്റ്റാമിനയും അവരുടെ എൻഡുറൻസും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.